മോഹൻലാലിന്റെ മക്കളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. കീർത്തിക്കും കല്യാണിക്കും ശേഷം വിസ്മയ ഇപ്പോൾ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിസ്മയുടെ തുടക്കം വിലയിരുത്താൻ. സുരേഷ് കുമാർ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്നു അവർ മൂന്നുപേരും. ഇപ്പോൾ ഒരാൾക്ക് പിന്നാലെ ഒരാളായി മൂന്നു പേരുടെയും പെൺമക്കളും അഭിനയത്തിലേക്ക് വന്നിരിക്കുകയാണ്. സിമ്പിളായ വിസ്മയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, എപ്പോഴും വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന ഒരു വിസ്മയാണ് നമ്മൾ കാണുന്നത്. താരപുത്രി ഇമേജ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. ലോകമറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറിന്റെ മകൾ തന്നെയാണോ? ഇത്ര സിമ്പിൾ ആണോ? ഇത്ര വിനയമോ? ഇത്ര പതർച്ചയോ? അങ്ങനെ ഒരുപാട് ഇത്രകൾ കേൾക്കുന്നു. ഒന്നുമില്ലാതെ തന്നെ അഹങ്കരിക്കുന്ന, ജാടകൾ കാണിക്കുന്ന ചില താരപുത്രിമാരോട് കണ്ടുപഠിക്കാനാണ് പല കമന്റുകളിലൂടെയും ആരാധകർ ആവശ്യപ്പെടുന്നത്. അഭിമുഖങ്ങളിൽ വളരെ വിനയത്തോടെ എന്നാൽ ഡിപ്ലോമാറ്റിക് അല്ലാത്ത മറുപടികൾ നൽകുന്ന വിസ്മയ മോഹൻലാലിനെ കണ്ടപ്പോൾ പലരും അഭിമാനത്തോടെ പ്രശംസിച്ചു. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടുള്ള പെൺകുട്ടിയെന്ന്. തനിക്ക് ഡബ്ബ് ചെയ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊതുവെ ഒരു നടിയും നൽകാത്ത ക്രെഡിറ്റ് തുടക്കക്കാരിയായി വിസ്മയ മോഹൻലാൽ നൽകിയെന്നതിൽ പ്രശംസകൾ വന്നു. ട്രെയിലർ ലോഞ്ചിങ് ചടങ്ങിൽ പെട്ടെന്ന് കുറെ ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നപ്പോൾ മായ കുറച്ചധികം പരിഭ്രാന്തി നേരിട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ മോഹൻലാലിനെ തന്നെ പറയേണ്ടി പറ്റുന്നു, ഇനി അതിനോട് ചോദ്യങ്ങൾ ചോദിക്കല്ലേ, അതിനെ വെറുതെ വിട്ടേക്കൂ എന്ന്. ഇത്രയും പാവമാണോ എന്ന് അപ്പോഴും ആളുകൾ ചോദിച്ചു. ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരത്തിന്റെ മകളുടെ സ്റ്റൈലിംഗ് സെൻസിനെ കുറിച്ചാണ്. ട്രെയിലർ ലോഞ്ചിന് വിസ്മയ ധരിച്ചു വന്നത് ഇഞ്ചിങ് ഇന്ത്യ എന്ന ഇന്ത്യ ബേസ് പ്രീമിയം ബ്രാൻഡിന്റെ കറുപ്പ് ഷർട്ടും ബ്രൊക്കേഡ് പാൻസുമാണ്. സിമ്പിൾ ബ്ലാക്ക് ഷർട്ടിന് റിച്ച് ലുക്ക് നൽകുന്ന പാൻസ് പെയർ ചെയ്തതോടെ ഒരു ഫെസ്റ്റിവൽ ലുക്കുണ്ട്. വെബ്സൈറ്റിൽ 6850 രൂപയാണ് ഈ വസ്ത്രത്തിന്റെ വില. AMPM ഫാഷൻസിന്റെ ഇന്ത്യയിൽ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള പ്രീമിയം ബ്രാൻഡ് ജാക്കറ്റ് സെറ്റാണ്. 52,950 രൂപയാണ് സുചിത്ര ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ വില എന്നതും ശ്രദ്ധേയമാണ്. വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയായി അഭിനയിക്കുന്ന തുടക്കം എന്ന ചിത്രം ഇന്നാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചത്. ഏതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വിസ്മയുടെ കന്നി അരങ്ങേറ്റം എങ്ങനെയാണെന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത്. മോഹൻലാലും പ്രിയദർശനും സുരേഷ് കുമാറും കുട്ടിക്കാലം മുതലെയുള്ള സുഹൃത്തുക്കളാണ്. കോളേജ് പഠനകാലത്ത് കലയിലേക്ക് തിരിയാനുള്ള കാരണവും ആ സൗഹൃദം തന്നെയായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ ഒരാൾ പ്രൊഡ്യൂസറായും അടുത്തയാൾ സംവിധായകനായും മറ്റൊരാൾ നായകനുമായി. അങ്ങനെ അവർ ഒരുമിച്ച് വളർന്നു. സുരേഷ് കുമാർ ഹിറ്റ് സിനിമകളുടെ പ്രൊഡ്യൂസർ എന്നറിയപ്പെട്ടപ്പോൾ പ്രിയദർശൻ ഹിറ്റ് മേക്കറും മോഹൻലാൽ സൂപ്പർ സ്റ്റാറുമായി വളർന്നു. 5 പതിറ്റാണ്ടോളമായി തുടരുന്ന സൗഹൃദം തന്നെയാണിത്. ഇപ്പോൾ അച്ഛന്മാർക്ക് ശേഷം മക്കൾ ഓരോരുത്തരായി സിനിമയിലേക്ക് വരികയാണ്. ആദ്യം കടന്നു വന്നത് സുരേഷ് കുമാറിന്റെ മകൾ കീർത്തി സുരേഷാണ്. അഭിനയിക്കണമെന്ന ആഗ്രഹം കീർത്തി പറഞ്ഞപ്പോൾ അതിന് വഴിയൊരുക്കിയതും ഉറ്റ സുഹൃത്തുക്കൾ തന്നെ. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയായിരുന്നു കീർത്തി സുരേഷിന്റെ തുടക്കം. ഡോക്ടർ സണ്ണി എന്ന തന്റെ ഐക്കോണിക് കഥാപാത്രമായി മോഹൻലാലും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തി. സിനിമ പരാജയപ്പെട്ടിരുന്നു എങ്കിലും അതായിരുന്നു കീർത്തിയുടെ തുടക്കം. പിന്നീട് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന കീർത്തി ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ്. പ്രിയദർശന്റെ മകൾ കല്യാണി പ്രിയദർശന്റെ വരവും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. മകൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് പലപ്പോഴും പ്രിയൻ പറഞ്ഞത്. അച്ഛൻ സംവിധാനം ചെയ്ത സിനിമകളിലൂടെ തന്നെ അരങ്ങേറ്റം കുറിക്കാമായിരുന്നുവെങ്കിലും കല്യാണി ആ എളുപ്പവഴിയൊന്നും നോക്കിയില്ല. സ്വയം അവസരം കണ്ടെത്തി മുന്നോട്ട് വരികയായിരുന്നു. ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അരങ്ങേറിയ കല്യാണി 3 തെലുങ്ക് ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും ചെയ്തതിനു ശേഷമാണ് മലയാളത്തിലേക്ക് എത്തിയത്.